ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ ഫോർ. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ വീടിൻ്റെ പണി നടക്കുന്ന കണ്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മുടെ തുമ്പി ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി പോകാൻ കാണാൻ കൊടുക്കാത്തതുകൊണ്ട് തുമ്പി കരയുന്നുണ്ടായിരുന്നു രാവിലെ. അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിനെ നെടുമങ്ങാട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിലെടുത്ത് 2 വീഡിയോസ് ഇവിടെ ഇടാമേ, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ സംസാരിക്കാതിരുന്നത് നിങ്ങളുടെ ആ നാച്ചുറലിലെ സൗണ്ട് ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. മാങ്ങ, നെല്ലിക്ക, ജാമ്പയ്ക്ക, അങ്ങനെ കുഞ്ചുവിന് കുറച്ച് പാഴ്സലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാം. അതും ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് അരുവിക്കരയുടെ ഹിഡനായി കിടക്കുന്ന പ്ലേസാണിത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ സ്ഥലം ഒത്തിരി ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഹിഡനായിട്ട് കിടക്കുന്നതാണ്. ഈ 2 സൈഡിലും പാറകളാണ്. നമ്മൾ ഈ കാണുന്ന വഴി ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ പാറ ഇടിച്ച് പൊളിച്ചെടുത്തതാണ് ഈ വഴിയൊക്കെ നിങ്ങൾ കാണുന്നത്. ഇത് കണ്ടോ, ഒരു മരത്തിൻ്റെ വേരാണ്. ഇങ്ങനെ ഓരോ മരങ്ങൾ കാണുമ്പോൾ അതിൻ്റെ വേരുകൾ എത്രമാത്രം ആഴത്തിലാണ് നിൽക്കുന്നത് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആണ് ഇതിൻ്റെ വേര് എത്രമാത്രം താഴോട്ട് പോയിട്ടുണ്ടെന്ന്. ഗൈസ്, വേറൊരു സംഭവം കാണിച്ചു തരാം. വെള്ളം വരുന്നത് കണ്ടോ, ഇതാണ് ഊറ്റ്. പാറകളുടെ ഇടയിൽ നിന്ന് വരുന്നതാണ്. ഇതാണ് ഇവിടെ കണ്ടോ, ക്രിയേഷൻ ചെയ്തിട്ടുണ്ട് ഒരു വഴി പോലെയൊക്കെ. പക്ഷേ ഇതൊക്കെ ഇടിഞ്ഞു വീണ് നശിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുഞ്ചുവിനെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പം ഈ ഒരു ഫ്രെയിം കണ്ടപ്പോൾ അവിടെ നിന്ന് എടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഫ്രണ്ടിന് വാങ്ങിയ പാർക്ക്ലൈനിലെ ഫോൾഡറാണ്. അങ്ങനെ നമ്മൾ അരുവിക്കരയിൽ നിന്ന് വാങ്ങിയ പാഴ്സൽ കുഞ്ചുവിന് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കുഞ്ചു ഇറങ്ങി വന്ന് വാങ്ങിച്ച് ഒരുപാട് സന്തോഷമായി കുഞ്ചുവിന്. അത് കഴിഞ്ഞ് നമുക്ക് ടാറ്റയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. കുറച്ച് മഴയൊക്കെ നനഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കയറി. വീട്ടിലേക്ക് കയറിയപ്പം ഉമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ എന്നെ കണ്ടതും കസേരയൊക്കെ ഇട്ട് കുറച്ച് കാര്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം ഉമ്മയുടെ അടുത്ത് ഇരുന്നു. ആ സമയത്ത് കുഞ്ചു അവിടെ നടക്കുന്ന വീട് പണിയുടെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുകളിൽ ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനലായിട്ട് വരുന്ന ടൈൽസ്. കൊള്ളാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെയാണ് കാർപോച്ച സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ താഴത്തെ കടയിലും ഇതുപോലെ ടൈൽസൊക്കെ ഇട്ട് തീരാറായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോമ്പ് മുറിക്കേണ്ട സമയമായപ്പോൾ ഉമ്മ വന്നു. മൈലക്കോണത്തു നിന്നാണ് ഫുഡ് കൊടുത്തു വിട്ടത്. ഇന്ന് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് ചോറ്, മരിച്ചിനി, ബീഫ്, വെണ്ടയ്ക്ക, വിഴുക്ക് എല്ലാം. അപ്പോൾ നാളെ കാണാം. ടാറ്റ.